ഹലോ, നമ്മളെല്ലാവരും സംശയിച്ചതുപോലെ തന്നെ സംഭവിക്കാൻ പോവുകയാണോ എന്നൊരു തോന്നൽ വന്നിട്ടുണ്ട്. അതായത് മോഹൻലാൽ നായകനാവുന്ന ദൃശ്യം 3 എന്ന സിനിമയുടെ റിലീസ് തീയതി മാറ്റുമോ ഇല്ലയോ എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ ആൾക്കാർക്ക് സംശയമുള്ള കാര്യമാണ്. ആ സംശയം നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ തീർക്കുന്നതായിരിക്കും. റിലീസ് മാറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഈ വീഡിയോയിലൂടെ പറയുന്നതുമായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ജയസൂര്യ ചിത്രത്തിന്റെ കളക്ഷൻ വിവരങ്ങളും പറയുന്നതായിരിക്കും. പിന്നെ കത്തനാർ എന്ന സിനിമയുടെ ഒരു അപ്ഡേറ്റും പറയുന്നതായിരിക്കും. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഭൂലോകം വെല്ലാനായി പോരണ സുൽത്താൻ, ഈ അംഗത്തിൽ തങ്കം പോൽ മിന്നുമൊരേ മാൻ. ആദ്യം തന്നെ നമുക്ക് ദൃശ്യം 3യിലേക്ക് കടക്കാം. ദൃശ്യം 3 ഏപ്രിൽ 2-ാം തീയതിയാണ് റിലീസ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ഏപ്രിൽ 9-ാം തീയതി ആയതുകൊണ്ട് തന്നെ ദൃശ്യം 3 എന്ന സിനിമയുടെ റിലീസ് മാറ്റും എന്നൊക്കെ രീതിയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗൾഫ് മേഖലയിലുള്ള ഇപ്പോഴത്തുള്ള സംഘർഷമൊക്കെ കാരണം സിനിമയുടെ റിലീസ് മാറ്റുമെന്നാണ് പറയുന്നത്. പക്ഷേ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ആട് 3 എന്ന സിനിമയ്ക്കൊക്കെ നല്ല രീതിയിൽ കളക്ഷനും വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇനി വേറെ എന്തെങ്കിലും സാങ്കേതികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണോ എന്നും അറിയില്ല. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ അത് നമുക്ക് ഒഫീഷ്യലായി പ്രഖ്യാപനം വരുന്നത് വരെ കാത്തിരിക്കാം. അത് ഒഫീഷ്യലായിട്ട് ഏപ്രിൽ 2-ാം തീയതി തന്നെ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒഫീഷ്യലായിട്ട് തന്നെ മാറ്റുമ്പോഴേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ. കാരണം കുറെ റൂമറുകളൊക്കെ ഇങ്ങനെ വരുന്നതായിരിക്കും. പക്ഷെ നമ്മൾ ആ ഒരു റൂമറിലും ഇങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. ദൃശ്യം 3യുടെ റിലീസ് മാറ്റുമെങ്കിൽ അത് ഒഫീഷ്യലായി കൺഫേം ചെയ്യും. അപ്പോൾ മാറ്റുകയാണെങ്കിൽ മാറ്റട്ടെ, അല്ലാതെ ഈ റൂമർ കൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഒഫീഷ്യലായി പ്രഖ്യാപനം വരട്ടെ. അതുവരെ നമുക്ക് എന്തായാലും കാത്തുനിന്നേ പറ്റുകയുള്ളൂ. അടുത്തത് നമ്മൾ നമ്മുടെ ആട് 3 എന്ന സിനിമയുടെ കളക്ഷൻ വിവരങ്ങളിലേക്കാണ് പറയാൻ പോകുന്നത്. നമ്മുടെ ആട് 3 എന്ന സിനിമ ഇന്ന് 4-ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. വേഗത്തിൽ 100 കോടി നേടുന്ന സിനിമയായിട്ട് ആട് 3 എന്ന സിനിമ മാറിയിരിക്കുന്നു. അതെ, ആട് 3 എന്ന സിനിമ ഈ ദിവസം കൊണ്ട് തന്നെ 100 കോടി എന്ന് നേടും. ഇത് നിങ്ങൾ കുറിച്ച് വെച്ചോ. 100 കോടി കയറിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാം 100 കോടി കയറിയിട്ടില്ല എന്ന്. ഇത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇന്നേ ദിവസം കൊണ്ട് ആട് 3 എന്ന സിനിമ 100 കോടി വേൾഡ് വൈഡ് ആയിട്ട് ആയിരിക്കും. അപ്പോൾ പെട്ടെന്ന് 100 കോടി നേടുന്ന സിനിമകളിൽ ജയസൂര്യയുടെ സിനിമയും ഉണ്ടെന്ന് നിങ്ങളെ അറിയിച്ചു കൊള്ളട്ടെ. അതുപോലെ തന്നെ നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. കത്തനാർ എന്ന സിനിമയുടെ ഒരു വമ്പൻ അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. അതായത് കത്തനാർ എന്ന സിനിമ ആയിരിക്കും മലയാളത്തിൽ നിന്ന് ആദ്യത്തെ 500 കോടി നേടാൻ സാധ്യതയുള്ള സിനിമ എന്ന് ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. ഇത് പറയാൻ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ നിങ്ങൾക്കറിയാം ഇതിന്റെ കാസ്റ്റിംഗ് തന്നെയാണ്. ജയസൂര്യയുണ്ട്, അതുപോലെ തന്നെ അനുഷ്കയുണ്ട്, അതുപോലെ തന്നെ ഒരു ക്യാമിയോ റോളിൽ മോഹൻലാലും വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ സിനിമയുടെ റിലീസ് പാൻ ഇന്ത്യൻ റിലീസ് ഒന്നും ആയിട്ടല്ല വരുന്നത്. പാൻ ഇന്ത്യൻ റിലീസിനുപരി ഗ്ലോബൽ റിലീസ് ആയിട്ടാണ് വരുന്നത്. പാൻ ഇന്ത്യൻ റിലീസും ഉണ്ട്, അതുപോലെ തന്നെ ഗ്ലോബൽ റിലീസുമായിട്ടാണ് വരുന്നത്. പോസിറ്റീവ് അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമ്മുടെ മലയാള സിനിമയിൽ ആദ്യത്തെ 500 കോടിയാകാൻ നല്ല രീതിയിൽ 99% ചാൻസ് ഉണ്ട്. ഇനി 1% എന്തേലും രീതിയിൽ നേടാതിരിക്കാനേ സാധ്യതയുള്ളൂ. പോസിറ്റീവ് കിട്ടുകയാണെങ്കിൽ കാര്യമാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഏറ്റവും വലിയ വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. നമ്മുടെ ലോകേനൊക്കെ കടത്തി വിട്ടുന്ന രീതിയിലുള്ള വിഷ്വൽ ട്രീറ്റ് ഒക്കെ ആയിരിക്കും വരാൻ പോകുന്നത്. നല്ല ബഡ്ജറ്റ് ഇറക്കുന്ന സിനിമയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ സിനിമയുടെ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ എന്തായാലും ബൈ ബൈ.